ശശി, നിന്റെ ഫോണും തന്നെ. ചേട്ടാ ഫോൺ വരുന്നുണ്ട്. എടാ വണ്ടി നിർത്തി. ആരോ ശശികലയെന്ന് എടുത്തു നോക്കാം. ഹലോ ചേട്ടാ കൊട പിടിക്കാം. എടാവേ നീയാണോ? എന്താ കാര്യം പറ. രാത്രി നീ എന്റെ ഫോൺ എങ്ങനെ എടുത്തായിരുന്നു? നിന്റെ ഫോൺ എങ്ങനോ ഞാൻ എടുത്തോണ്ടോന്ന്? ഇല്ലടാ, ഇത് എന്റെ ഫോണാ. എന്താ എന്ത് പറ്റി? ഇന്നലെ രാത്രിയില് എന്റെ ഫോൺ മിസ്സായടാ. എടാ നാറി, നിന്റെ കൂടെ കുടിച്ചതിന് നിന്നെ കള്ളനാക്കോ അല്ലേ? നീ എടുത്തെന്നല്ല. എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? ആ ഫോൺ പോയാ വേറൊന്ന് വാങ്ങ്. എന്റെ പ്രശ്നം ഫോൺ പോയതിലല്ലടാ. പിന്നെ സെൽഫി പോയനാണോ? അത് പിന്നൊരെണ്ണം എടുത്താ പോരടാ. അതിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് വീഡിയോ ഉണ്ടടാ. വീഡിയോയോ? എനിക്കൂടെ നയിക്കടാ. ഡാ സോറിടാ, സോറി. വീഡിയോ ഒന്ന് കേട്ടപ്പോ പെട്ടെന്നൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. നിന്റെ അന്ന് ഓർക്കാതെ. എന്നാലും എന്തിനാ അങ്ങനെ കെടുക്കാൻ പോയെ? ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നറിയാലോ. ആൾക്കാരെ വിട്. നമ്മൾ തന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ളതല്ലേ. നമ്മൾ കാണുമ്പോ പോലും എന്തിനാ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത് നമ്മൾ ചോദിക്കാറില്ലേ? എന്നിട്ട് നീ ഈ വീഡിയോ ഒക്കെ എന്തിനാടാ എടുക്കാൻ പോയെ? എന്താടി ഇത്? ഓഫീസിൽ നിന്നെ കണ്ട എല്ലാരും വരയ്ക്കും. നീയാണോ ഇവിടെ കിടന്ന് വരയ്ക്കുന്നേ? ഫീവർ വന്നാ എങ്ങനെയാ? ടാബ്ലറ്റ്സ് വാങ്ങിച്ചോണ്ട് വന്നു. ദേ കൊണ്ടുവന്നു. എന്റെ അതുപോട്ടെ, ടാബ്ലറ്റ് എപ്പോഴാ കഴിക്കേണ്ടത് നിനക്കറിയോ? ഫീവർ ഉള്ളപ്പോ. അങ്ങനല്ല, ഫീവർ ഉള്ളപ്പോ നമ്മുടെ അടുത്ത് ആരും നോക്കാനില്ലാത്ത സമയത്തും സ്നേഹിക്കുന്നവൻ കൂടെ ഉണ്ടായിട്ട് ശ്രദ്ധിക്കാത്തപ്പോഴും അങ്ങനെയുള്ള സമയത്ത് വേണം നമ്മൾ ടാബ്ലറ്റ് കഴിക്കാൻ. ഇപ്പൊ ഞാനില്ലേ. എന്താ ചെയ്യുന്നത്? എനിക്ക് തണുക്കുവാ. നീ തന്നെയല്ലേ പറഞ്ഞത് എത്ര ബ്ലാങ്കറ്റ് പുതച്ചാലും തണുപ്പ് പോവില്ലെന്ന്. അതുകൊണ്ടാ ഹഗ്ഗിനെക്കാളും വലിയൊരു ബ്ലാങ്കറ്റ് ലോകത്തെവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. പ്ലീസ്റ്റാ, എന്റെ പനി നിനക്കും പിടിക്കും. എന്റെ ബോഡിക്ക് റെസിസ്റ്റൻസ് പവറേ ഒരുപാട് കൂടുതലാ. റെസിസ്റ്റൻസ് പവർ. ശശി, നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് തവണ നിനക്ക് ഫോൺ ചെയ്തു. ഫിറ്റായി പോയതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവും ഓർമ്മയില്ല. ഫോണിനൊരു ലോക്കിട്ട് വെക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ ഫോൺ നീ അല്ലാതെ വേറെ ആരും എടുക്കാറില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ലോക്കിട്ട് വെക്കുന്നേ? പണ്ട് തൊട്ടേ എനിക്കത് ശീലമില്ല. പക്ഷെ ഇപ്പോ ആ ഫോൺ വേറെ ആരുടെയോ കയ്യിലാ ഉള്ളത്. അവരാരെങ്കിലും ആ വീഡിയോ കണ്ട? ഒരു പക്ഷെ കാണണമെങ്കിൽ ആ ഫോൺ ഓൺ ചെയ്യണ്ടേ? രാത്രി തന്നെ ആ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ചെയ്തു. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ പോസിറ്റീവായിട്ട് സംസാരിച്ചപ്പോ നീയോ ഓരോന്ന് നെഗറ്റീവായി സംസാരിച്ച് എന്നെ കൂടി വെറുതെ പേടിപ്പിക്കുക. കുറച്ചു നേരം മിണ്ടാതിരിക്കുവോ?